Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബസൂഖ starring the one and only megastar Mammootty, GVM, Gautam Vasudev Menon and others. The movie is directed by Dino Dennis. എന്താ പതി രാവിലെ ലാലേട്ടൻ്റെ തുടരും ട്രെയിലർ വരുന്നു, രാത്രി മമ്മൂക്കയുടെ ബസൂക്ക ട്രെയിലർ വരുന്നു, നാളെ എമ്പുരാൻ സിനിമ റിലീസാവാൻ വേണ്ടി പോകുന്നു. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ ബസൂക്കയുടെ ട്രെയിലർ തിയേറ്ററിൽ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു പരിപാടി, അത് വേറൊരു മൂഡ്, അത് വേറൊരു വൈബ്. ഫാൻസിൻ്റെ കാര്യമൊക്കെ വിട്, മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, അതൊക്കെ വിട്. ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, സിനിമ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളൊരു മൂഡ് നല്ല രസമുള്ളൊരു മൂഡാണ്, ഒരു ആഘോഷ മൂഡാണ്. ഏതായാലും നമുക്ക് ട്രെയിലർ കാണാം. കമാൻ എവരിബഡി. யாருடா அது? டேய் பாடு, நீ எப்படி இங்க வந்த? நீ கதவை தோற, எப்படி வந்தேன்னு சொல்றேன். தோறா. He is Benjamin Joshua, ACP Merchant City. He had a strong team, and they all were well trained. അടിപൊളി. He is Mr. Nobody, but definitely somebody. Classy, sleek. ശാന്തം. പ്രശ്നക്കാരനാണോന്ന് ചോദിച്ചാ I don't think so. Because that's too simple a word to describe him. മമ്മൂട്ടി അത് പൊളിച്ചിട്ട് ആ സാധനം. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാന മോക്ഷം. നന്മ തിന്മ. ഗെയിം പ്ലാൻ. മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാവും. എന്താ പരിപാടി? ഒപ്പം കാമത്തിന്റെ സീൽകാരം മുഴക്കുന്ന ക്ഷുദ്രശക്തികൾ നിങ്ങളെ നിമ്മതിയിലേക്ക് ഈ കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടിയപ്പോന്ന് ഞോണ്ടി സർക്കിൾ ചില കണ്ണുകളെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എഡിനോ ഡെന്നിസ്. നിന്റെ ആ ഡെയർ ഡബിൾ ആന്റഗണിസ്റ്റ് ഇല്ലേ, അവന് നമ്മൾ പൊക്കും. പരസ്യം മൂടികളല്ലേ പരസ്യം. ോട്ട് ഇങ്ങനെ പരസ്യം വരും, അതാണ് പ്രാന്തി പിടിക്കുന്നത് വണ്ടാരം. അപ്പോൾ ഇതാണ് ട്രെയിലർ. എവിടെ ഇരിക്ക உங்களுக்கு പിടിച്ചാച്ചാ ചൊല്ലുങ്ക കമൻറ്റ് ബോക്സിൽ കാണട്ടെ. പിന്നെ മറ്റേ പരിപാടി കാണിക്കരുതിട്ടാ. അതായത് എമ്പുരാൻ്റെ ട്രെയിലർ വന്ന സമയത്ത് കുറേ വേട്ടാവളിയന്മാർ, അതായത് മമ്മൂട്ടിയുടെ തന്നെ ടോക്സിക് ആയിട്ടുള്ള അവർക്കുണ്ടല്ലോ, ടോക്സിക് സീൻസ് ഉണ്ടല്ലോ, ടീമുകളുണ്ടല്ലോ, അവരിങ്ങനെ അടുത്ത് പോകുമ്പേ മറ്റേ പോകുമ്പേ മറിച്ചേ പോകുമ്പേ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലാലേട്ടനും സെയിം കൈൻഡ് ഓഫ് വൃത്തിയോട്ട ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് മണ്ടന്മാർ ആക്ച്വലി ഉണ്ട്. സോ ഇതിൻ്റെ താഴെ വന്നിട്ട് അടുത്ത ബോംബെ മറ്റേ ബോംബെ അയ്യേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻകറേജ് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യും. കാരണം എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് വളരെ ന്യായമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ് താല്പര്യം, ഹെൽത്തി ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ് താല്പര്യം. സോ ഈ ബോംബ് തേങ്ങാക്കോല എന്നുള്ള തൊലിഞ്ഞ കമൻറ്റുകൾ വിട്ടിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയുക, അതാണ് മര്യാദ. ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഇത് ഞാൻ എപ്പോഴും വിട്ടുപോകുന്നൊരു കാര്യമാണ് ബസൂക്കയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. ഡയറക്ടർ ഡീനോ ഡെന്നിസ് ഓഫ് കോഴ്സ്, ആൻഡ് റൈറ്ററും പുള്ളി തന്നെയാണല്ലേ. ഓക്കെ, എന്നാ ഡീനോ എന്നാ എഴുതി വെച്ചിരിക്കേ?
எப்படி டைரக்ட் பண்ணி வச்சிருக்க, காத்துக்கிட்டு தான் நாங்கள் எல்லாமே இருக்கு. பார்க்கலாம். ഫസ്റ്റ് സിനിമയല്ലേ, എന്തായാലും ഉഷാറാവട്ടെ. ഓൾ ദ ബെസ്റ്റ്, നന്നായിരിക്കട്ടെ, അടിപൊളിയാവട്ടെ. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമ തന്നെ കേട്ടോ ഞാനും. കാരണം ഇതിൻ്റെ ജോണർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് ഗെയിം അല്ലേ, എന്താണ് ഗെയിം ത്രില്ലറോ അങ്ങനെ എന്തോ അല്ലേ, കേസ് അന്വേഷണം തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. മമ്മൂക്ക എന്തോ ബിസിനസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഐ തിങ്ക് അറിയില്ല. അപ്പോൾ ഈ ഗെയിമിലൂടെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പരിപാടി എന്തെങ്കിലുമൊക്കെ ആണോ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇതിൻ്റെ ജോണർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറായിട്ട് തോന്നി. സോ കാണാനൊരു താല്പര്യത്തിലിരിക്കുകയാണ്, ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യുന്നു എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ട്. സോ എന്തായാലും നന്നാവട്ടെ. ഡയറക്ടർ ഡീനോ ഡെന്നിസ്, ഓൾ ദ ബെസ്റ്റ്, പൊളിക്കട്ടെ. പിന്നെ ഈ സിനിമയുടെ എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലൻ മ്യൂസിക്. ആരാ ചെയ്തേ? സയ്യിദ് അബ്ബാസ്. അപ്പോൾ ബ്രോ പൊളി, സയ്യിദ് അബ്ബാസ് നന്നായിട്ടുണ്ട്, നൈസ്. മമ്മൂക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയ സാധനം, നല്ല സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ട്രെയിലറിനെ കുറിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ട്രെയിലർ ഇഷ്ടപ്പെട്ടു. നല്ല നൈസ് ട്രെയിലർ, കളർഫുൾ, വിഷ്വലൊക്കെ ആണെന്നുണ്ടെങ്കിലും കൊള്ളാം, നല്ല റിച്ച് ഫീലൊക്കെ ഉണ്ട്. മമ്മൂക്കേനെയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത്. സോ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല, ബാക്കി സിനിമ വരട്ടെ. നമുക്ക് സിനിമ വന്നിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുത്തിയിരുന്നിട്ട് സംസാരിക്കാം. പിന്നെ ആഫ്റ്റർ ഓൾ കഥ മാറ്റേഴ്സ് അല്ലേ, എഴുത്ത് എൻഗേജിങ് ആയിരിക്കണം. ആ എഴുതി വെച്ചിരിക്കണതിനെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയിട്ടൊക്കെ നന്നായിട്ടൊക്കെ വരട്ടെ, അത്രേ പറയാനുള്ളൂ. പ്രതീക്ഷയുണ്ട് സിനിമയിൽ. പ്രതീക്ഷ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇൻട്രസ്റ്റിംഗ് എന്നാണ് പറയാൻ എനിക്ക് തോന്നുന്നത്. കാര്യം ഇതിൻ്റെ ജോണർ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് തന്നെ പറയാനാണ് താല്പര്യം. ആസ് ആൻ ഓഡിയൻ ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആയിരിക്കും ഇത് എന്ന് തോന്നുന്നു, ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്. സോ ആ രീതിയിൽ തന്നെയാണ് ഞാനും ഈ ഒരു സിനിമേനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിൽ ഞാൻ തലയിൽ കയറ്റി വെച്ച് എന്താണ് പറയുക, ഭയങ്കരമായ ഒരു എക്സ്പെക്ടേഷൻ അങ്ങനെ ഞാൻ വെക്കുന്നില്ല. ബട്ട് നല്ലതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് പോകുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് കാണാം. എന്തായാലും വരട്ടെ, ബാക്കി വന്നിട്ട് പാക്കലാം, അടിപൊളി. പിന്നെ മമ്മൂക്ക എപ്പോഴും പറയാറുണ്ട്, മമ്മൂക്ക തന്നെയാണ് ഒരു പ്രതീക്ഷ. പുള്ളി ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ എല്ലാത്തിലൊന്നും കൊണ്ടേ തല വെക്കുന്നില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പടങ്ങൾ ചെയ്യാന്നുള്ളൊരു രീതിയിലൊന്നും പുള്ളി തല വെക്കുന്നില്ല. അത്യാവശ്യം നല്ല കഥകൾ തിരഞ്ഞെടുക്കുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ മാത്രമാണ്, പ്ലോട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പുള്ളി തല വെക്കുന്നത്. സോ അതൊക്കെയാണ് പ്രതീക്ഷ. ഇതിലേക്ക് വരുന്ന സമയത്താണെങ്കിലും പുള്ളി ഇതുവരെ കഴിഞ്ഞ് കുറച്ചായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യാസം വരില്ല, ഇതും അതുപോലെ ഗംഭീരാവും എന്ന് തന്നെയുള്ളൊരു വിശ്വാസത്തിലാണ് ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും അതുപോലെയൊക്കെ തന്നെ ആവട്ടെ. മമ്മൂക്ക പൊളി, വെയിറ്റിംഗ് ആസ് എ ഫാൻ. ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ക്രിഞ്ചായിപ്പോയി, വിട്. അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. ഇതിൽ ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ട്, നന്നായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വരട്ടെ മമ്മൂക്ക ഓൾവേസ്. മമ്മൂക്ക എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ കാണും. മമ്മൂക്ക മാത്രമല്ല, ലാലേട്ടനാണെങ്കിലും എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണും. കാരണം ഒരുപാട് നാളായിട്ട് ഇവരൊക്കെ കണ്ട് ഫാൻസൊക്കെ മാറ്റി വെക്കുക. ഒരുപാട് നാളായിട്ട് ഇവരെയൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കാണുകയാണ്. ഇപ്പോഴും ഇവർ സ്റ്റാർസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പടങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നന്നായി വരട്ടെ, ഇവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, ഈ ഹെൽത്ത് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആക്ച്വലി ഉള്ളൂ. കാരണം അന്നും ഇന്നും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ലാലേട്ടനും മമ്മൂക്കൊക്കെ. ഇവിടെ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയുന്നതൊക്കെ വെറുതെ വിട്ടിത്തരാം, പോകാൻ പറ പറ്റുതിട്ടങ്ങളുടെ അടുത്തൊക്കെ. കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഓഡിയൻസ് ആക്ച്വലി ഉണ്ടല്ലോ. സോ അവർ കേട്ടാൽ മതി പറയുന്നത്. ഞാൻ വരട്ടെ, നല്ല നല്ല സിനിമകൾ വരട്ടെ. ഇതും ഉഷാറാവട്ടെ, ബസൂക്കി ഉഷാറാവട്ടെ, എമ്പുരാനും ഉഷാറാവട്ടെ, രണ്ടും ഉഷാറാവട്ടെ. ഞാൻ അതാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നാളെ എമ്പുരാൻ വരുന്നുണ്ട്, ഉഷാറാവട്ടെ. എമ്പുരാൻ വന്നിട്ട് ഞാൻ പറയട്ടെ, സിനിമ എമ്പുരാൻ വരണ സമയത്ത് വെറുതെ ഞാൻ ദയവ് ഇത് പറയണേ, എന്താ ഈ ഒരു ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ എമ്പുരാൻ വരുന്ന സമയത്താണെങ്കിലും വെറുതെ പൊട്ടലാണ്, മറ്റതാണ്, മറിച്ചതാണ്, തേങ്ങയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അനാവശ്യ ഡിഗ്രേഡിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ മമ്മൂട്ടി ഫാനാണ്, ബട്ട് എന്നാലും അത് നല്ലൊരു സിനിമ ആണെങ്കിൽ അത് അംഗീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി, താല്പര്യത്തോടു കൂടിയിട്ട് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകും. എന്നിട്ട് നിങ്ങളത് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് പൈസയും സമയമൊക്കെ മാറ്റി വെച്ചിട്ട് കയറി ചെല്ലുന്നതല്ലേ. ഫാൻ ഫൈറ്റും ഒക്കെ മാറ്റി വെച്ചിട്ട് പോയി കണ്ടിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ജെനുവിൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ. അത് അല്ലാതെ വെറുതെ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ മറ്റോടത്തെ പട്ടിത്തിട്ട പരിപാടികൾ ആക്ച്വലി കാണിക്കരുത്. അതേപോലെ തന്നെയാണ് എനിക്ക് മറ്റേ കാര്യത്തിലും പറയാനുള്ളത്. എമ്പുരാന് ശേഷം ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമയാണ് ബസൂക്ക. ഏപ്രിൽ 10 ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമ. അതിലാണെങ്കിലും സെയിം ഇപ്പുറത്തെ ഫാൻസുകാർ വന്നിട്ട് ഇങ്ങനെ ഫാൻ ഫൈറ്റിൻ്റെ പേരിൽ വന്ന് കണകൂടാന്ന് പറയല്ലേ. സിനിമകൾ വളരട്ടെ.
നമുക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് വേണം, നമുക്കും വലിയ രീതിയിലുള്ള സ്കെയിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി വരണം. അപ്പോൾ നമ്മൾ ഈ ഫാൻ ഫൈറ്റ് എന്നുള്ളൊരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള സംഭവം മാത്രം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെയൊക്കെ പടങ്ങൾ വരുന്ന സമയത്ത് ചളിവാരി എറിഞ്ഞിട്ട് ഇങ്ങനെ സ്വയം തരം താഴാതെ അവനവൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് അവനവൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ കീപ്പ് ചെയ്തിട്ട് സിനിമ എന്ന് പറയുന്ന സമയത്ത് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പോയി കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, അത് പോട്ടെ. ഞാൻ ആ തീരുമാനങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്. ഫാൻ ഫൈറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു അന്ധം ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ടുള്ള പണികൾ കാണിക്കാതിരിക്കൂ എന്ന് മാത്രമേ ഞാൻ ആക്ച്വലി പറയുന്നുള്ളൂ. വേറെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ബസൂക്കയും ഉഷാറാവട്ടെ, നമ്മുടെ എന്താ പറയുക എമ്പുരാനും ഉഷാറാവട്ടെ. നാളെ ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അടിപൊളിയാവട്ടെ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടെ, മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പരിപാടി ചെയ്യേ. വേറെ കുറേ വേട്ടാവളിയന്മാർ ചെറ്റത്തരം കാണിക്കുന്നില്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ നിങ്ങൾ ഫാൻസ് എല്ലാവരും കൂടിയിട്ട് നിന്നിട്ട് പ്രയത്നിക്കണം. ഇപ്പോൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നു, അത് സ്പോയിലേഴ്സ് പുറത്തേക്ക് വിടുക, വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരുടെ ഫാനൊന്നും നോക്കരുത്. നിങ്ങൾ ജെനുവിൻലി സിനിമ ആസ്വാദകർ എന്നുള്ള രീതിയിൽ വളരെ കാര്യമായിട്ട് ജെനുവിനായിട്ട് അത്തരത്തിലുള്ള വീഡിയോസിനെ റിപ്പോർട്ട് ചെയ്യുക, തൂക്കി അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ സിനിമാ പ്രേമികളാവുക, അല്ലാതെ ആരുടെ അന്ധം ഫാൻസായിട്ട് ആർക്കെതിരെയും സംസാരിക്കാൻ അല്ലെങ്കിൽ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കല്ലേ, സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ. അതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഫാൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. സ്പോയിലേഴ്സ് വരുമ്പോൾ അടിച്ചോടിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിയേറ്ററിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും അല്ലേ, തിയേറ്ററിൻ്റെ അകത്ത് ഇങ്ങനെ പൊക്കി പിടിക്കും. ക്ലൈമാക്സ് വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സീൻ വരുമ്പോൾ, ഇൻ്റർബ്ലോക്ക് വരുന്ന സമയം, ഇൻ്റർബ്ലോക്കൊക്കെ വരുമ്പോൾ പിടിച്ചിരും. അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കുക, അവരെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവുക. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പിവാരി എറിഞ്ഞിട്ട് എന്തിനാണ് സ്വയം വില കളയുന്നത്, സമയം കളയുന്നത്? ഓട്ടെ, ആസ്വദിക്കുക. സിനിമ അർമാദിക്കാനുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ വരട്ടെ, ഉഷാറാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബസൂക്ക ഉഷാറാവട്ടെ. ഡിനോ ഡെന്നിസ് ഓൾ ദ ബെസ്റ്റ്. മമ്മൂക്ക ആസ് യൂഷ്വൽ ഉഷാറാവട്ടെ.